എന്തോ നമ്മ ഈ കാണിക്കണത്? അവിടെ ഒന്നും ചവറില്ല അമ്മ. ഈ തൂത്തടുത്ത് തന്നെ വീണ്ടും വീണ്ടും തൂക്കം അങ്ങോട്ട്, ഇവിടെ വന്ന് തൂക്കം അങ്ങോട്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ലെങ്കിൽ അമ്മേരെ കുറ്റം പറയണത് അമ്മമാർക്ക് പിടിക്കും. എന്തോ നമ്മ ഇത് ഇത് മനഃപൂർവ്വമാണ് അമ്മ, മനഃപൂർവ്വമാണ്. മനസ്സിലായി. എന്തോ നമ്മ കാണിക്കണേ? അമ്മ, അമ്മയ്ക്ക് വൃത്തി എന്ന് പറഞ്ഞ സാധനം അമ്മേരെ അടുത്തൂടെ പോയിട്ടില്ല അമ്മ. ഉള്ളത് പറയണോണ്ടൊന്നും തോന്നല്ലേ. പിന്നെ അമ്മയോട് ഞാൻ ഇത്രയും കാലം പറയാത്ത. നീയേ എന്റെ രണ്ടാമത്തെ മോളാണോ അതോ എന്റെ മൂത്ത അമ്മായിയമ്മയാണോ? കാര്യം പറയുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെ പറയണ. അമ്മേരെ കുറ്റമൊന്നും നമുക്ക് ആർക്കും ഒന്നും ഇവിടെ ഒന്നും പറഞ്ഞുകൂടാ. നീ വാടുത്ത് കുറ്റം പറഞ്ഞ നീ തൂക്ക്. ചെല്ലേ. എന്തിനു ഞാൻ തൂക്കണ? വാ, കുറ്റം പറയാ തൂക്ക്. അമ്മ തുടങ്ങി. അമ്മ അങ്ങോട്ട് തൂക്കം അങ്ങോട്ടു. ഭയങ്കര മടിയല്ലേ മണി. മിണ്ടാതിരുന്നോളാം ഞാൻ തൂക്കുമ്പോ. അങ്ങോട്ട് കുനിഞ്ഞ് അങ്ങോട്ട് തൂക്കമ്മ. അമ്മയ്ക്ക് ഒരു വക. അയ്യോ അയ്യോ മണി പാവം, എനിക്കറിയാം. നീ കൈ വിടുന്ന നിമിഷം നിന്റെ ബാക്കിൽ അടി പൊട്ടും. കൈ വിടൂല. ഞാൻ എന്തിനു കൈ വിടണ? ഓർപ്പായിട്ട് കിട്ടും. ഒരു 10 അടിയില്ലേ നിനക്ക് തന്നെ കൈ വിടുള്ളൂ. അയ്യോ മാൻഡ്രക്കായിട്ട് എത്തിയല്ല എന്റെ അച്ഛൻ. മണി കണ്ടാ കുട്ടപ്പനാക്കി. അതിന്റെ ക്ലച്ച് മാറ്റി, വണ്ടിയെ ക്ലച്ച് മാറ്റി, അതിന്റെ ലൈറ്റ് കംപ്ലൈന്റ് ഉണ്ട്, മാറ്റി പ്ലഗ് കരട് കയറിയത്, പ്ലഗ് എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാം അടിപൊളിയെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇതാ കുട്ടപ്പൻ. അല്ല എന്തൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം? ഇതല്ലേ വണ്ടി? ഇതല്ല വണ്ടി. അതെ, ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് അവൻ വിളിച്ചിരുന്നു, വർഷാപ്പിന്ന പയ്യൻ. അപ്പൊ അവൻ പറഞ്ഞു ഈ വണ്ടി അവിടെ ഒരാള് കണ്ടു. അതായത് വേറൊരു വണ്ടി പണിയാനായിട്ട് വർക്ക്ഷോപ്പിൽ വന്നപ്പോ ഈ വണ്ടി കണ്ടപ്പോ, ഈ മോഡലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പൊ കിട്ടത്തില്ലല്ലോ ഇങ്ങനത്തെ. അപ്പൊ അയാൾക്ക് അത് ഇൻട്രസ്റ്റ് തോന്നി. അയാൾ ഉടനെ തന്നെ ഇത് ആരുടെ വണ്ടിയാണെന്ന് അന്വേഷിച്ചു. അവൻ്റെ അടുത്ത് ചോദിച്ചു കൊടുക്കുമെന്ന്. അപ്പൊ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി നോക്കാന്നൊക്കെ പറഞ്ഞു നിന്നപ്പോഴേ നല്ല വില, മോഹ വില പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു നിങ്ങൾ എപ്പോഴും പറയണല്ലേ, വിനയം കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോ വൈകുന്നേരം 5 മണിക്ക് കൊണ്ട് കൊടുക്കണം. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് കൊണ്ടുവന്നേനെ. ഈ വണ്ടി കൊടുക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? കൊടുത്തേക്ക, നമുക്ക് വേറെ വാങ്ങിക്കാം. പിന്നെ മണി ചായ ഇടാം. വാ, ചായ ഇട്. അങ്ങനെ ഇന്ന് 5 മണിയോടുകൂടി ഇവൻ നമ്മൾ എന്നേക്കുമായി വിട്ട് പിരിയാണ്. നീ ചായ ഇട് മണി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.